ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണ് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മനുവും ഷാരിയും സരിയുമാണുള്ളത്. അപ്പോൾ മനു പറയാണ്, മനസ്സ് നമ്മുടെ കയ്യിൽ വരാതിരിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് നല്ലതാണ്. ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന താരങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ കൂടെ ഓരോ ഡോക്ടർമാരും ഉണ്ടാവും. അതവർക്ക് അസുഖം ഉണ്ടായിട്ട് പോകുന്നതൊന്നുമല്ല. അതേപോലെ ഒരു സൈക്കാർട്ടിസ്റ്റ് നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസമല്ലേ? സത്യം പറഞ്ഞാൽ പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഷാരി പറയാണ്, അയ്യോ എനിക്കിനി ആരെയും കാണണ്ടായേ, എൻ്റെ ജീവിതം ഏതാണ്ട് നിലച്ച അവസ്ഥയാണ്. അപ്പോൾ സരിയും മനു പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് മനു പറയാണ്, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മയുടെ എല്ലാ പ്രശ്നവും തീരും. അപ്പോൾ സരിയും പറയാണ്, അത് ശരിയാ, ഒരു ഉണ്ണി പിറന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം തന്നെ നമ്മൾ പറക്കും. ഷാരി അപ്പോൾ സങ്കടപ്പെട്ട് പറയാണ്, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ. അതെന്താ മനു ചോദിക്കുക. അത് അങ്ങനെയൊക്കെയാ എനിക്ക് തോന്നുന്നത്. സരിയും മനുവും പരസ്പരം നോക്കുകയാണ്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ. അത് പറഞ്ഞ് ഷാരി പോയപ്പോൾ മനു ചോദിക്കുകയാണ് സരുവിനോട്, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അറിയില്ല, എന്തായാലും അമ്മയുടെ അടുത്ത് തന്നെ മോളിരിക്കണം, എനിക്കൊന്ന് പുറത്ത് പോകണേ. പുറത്തേക്ക് പോകാനായോ മനുവേട്ടാ? ഒന്ന് ഇന്ന് ഇവിടെ ഇരുന്നൂടെ? ഓണമല്ലേ മോളെ, അവിടെയുണ്ട് കുറേ മലയാളികൾ. നമ്മുടെ സ്ഥാപനത്തിലെ അവർക്ക് ഓണത്തിൻ്റെ ബോണസും അലവൻസും ഒക്കെ കൊടുക്കണ്ടേ? അതേപ്പറ്റി അവർക്ക് വിശദമായിട്ട് ഒരു കണക്ക് കൊടുക്കണ്ടേ? മാനേജർ ഹോട്ടലിൽ വെയിറ്റിങ്ങാ, ദേ മോള് പിടിച്ചേ പോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മുങ്ങി. സരിയു പിന്നെ ആ ഡ്രസ്സുമായിട്ട് മുകളിലേക്ക് പോയി. എന്നെ കാണിക്കാൻ നമ്മുടെ കല്യാണിയാണ്. കല്യാണി ഡൽഹിയിലെത്തി. അവിടെ ഒരു റൂമിലാണുള്ളത്. ആ സമയത്ത് കിരണിനെ വിളിക്കാൻ ഫോൺ എടുക്കുകയാണ്. ഹലോ കല്യാണി, നീ റൂമിലെത്തിയോ? എത്തിയിട്ടാണ് വിളിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഒരു കുഴപ്പമില്ലായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയതിൻ്റെ ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ അങ്ങ് മാറി. കൂടെ ആ പരിചയക്കാർ ഉള്ളതുകൊണ്ട് ഒന്നിനൊരു പ്രയാസവും തോന്നിയില്ല. കിരണേട്ടാ, മോനെന്ത് പറയുന്നു? അവൻ സുഖമായിട്ടിരിക്കുന്നു. അവൻ അമ്മയുടെ അടുത്തുണ്ട്. പിന്നെ കിരൺ സങ്കടത്തോടെ പറയാണ്, നീ പോയപ്പോഴാ വല്ലാതൊരു ശൂന്യത അനുഭവപ്പെടുന്നത്. എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിടാൻ വലിയ തിടുക്കായിരുന്നല്ലോ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും എല്ലാവരും എന്നെ നിർബന്ധിച്ച് പറഞ്ഞേക്കുമായിരുന്നില്ലേ. ഞാൻ യാത്ര പുറപ്പെട്ടപ്പോൾ എല്ലാവർക്കും വിഷമായി. നീ നല്ലൊരു കാര്യത്തിനാണ് പോയത്, വലിയൊരു ഫംഗ്ഷനാണ് പങ്കെടുക്കുന്നത്. ആ ബോധം ഉള്ളിലുള്ളപ്പോഴും എന്താണെന്നറിയില്ല, എനിക്ക് ഒട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇനി ഇതുപോലുള്ള യാത്രകൾക്കൊന്നും കിരണേട്ടനും കുഞ്ഞുമില്ലാത്ത ഞാൻ എങ്ങോട്ടുമില്ല. എന്തായാലും ഇത്തവണ ആത്മവിശ്വാസത്തോടെ എല്ലാത്തിനെയും നേരിടണം. ആ സമയത്ത് ആരുടെയും മുഖം നോക്കാൻ പാടില്ല. നിൻ്റെ പൊന്നാട അണിയിക്കുന്ന ചടങ്ങുണ്ടല്ലോ, അത് കാണാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. അതുപോലെ തിരുവോണത്തിന് നടക്കുന്ന കോമ്പറ്റീഷനും കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. താരേൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു കിരണേട്ടാ, ഞാൻ പോയതറിഞ്ഞ് വിളിച്ചതാണോ? നീ പോയെന്ന് ഒരുപക്ഷെ താരാൻറ്റി അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പുറത്ത് സരിയുവിന് ഓണക്കോടി കൊടുക്കാൻ വേണ്ടി വരുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചതായിരിക്കും. അന്ന് സരിയുവിൻ്റെ ബർത്ത്ഡേക്ക് മാല കൊടുക്കാൻ സഹായിച്ചതുപോലെ ഇതിനും ഒന്ന് കിരണേട്ടൻ സഹായിക്കണേ. മിക്കവാറും അവിടെ വരുമായിരിക്കും. വരുവാണെങ്കിൽ ഷാരി എൻ്റെ വിരട്ടിയിട്ട് അവരെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാം, അന്ന് നമ്മൾ മാല കൊടുത്തതുപോലെ. ശരി കിരണേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ട് സരിയുവാണ് വന്നിട്ട് വാതിൽ തുറക്കുന്നത്. പക്ഷേ ഷാരിയും ഞെട്ടലോടെ അവിടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. വന്നത് നമ്മളെ കിരണാണ്. കിരണിനെ കണ്ടതും നമ്മളെ സരയു ചോദിക്കുകയാണ്, എന്താടാ, താരാൻറ്റി ഇങ്ങോട്ട് വന്നിരുന്നോ? അപ്പോൾ സരയു പറയാണ്, താരയോ? അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അകത്ത് നിന്ന് ഷാരി ഞെട്ടുകയാണ്. നിനക്ക് ഓണക്കോടിയുമായിട്ട് താരാൻറ്റി വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വന്നോന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ സരയു പറയാണ്, അവൾ എന്തിനാ എനിക്ക് ഓണക്കോടി തരാൻ വരുന്നേ? അവൾ ആരാ എൻ്റെ? അപ്പോഴാണ് ഷാരി അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കിരൺ പറയാണ്, അവരാരാണെന്ന് ഇവിടെ പലർക്കും അറിയാം. സരയു അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ആർക്കറിയാമെന്ന്? ചോദിച്ചത് കേട്ടില്ലേ, പറയടാ, ആർക്കറിയാമെന്ന്? അപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ്, അവൾ മരിച്ചെന്ന് ഇവനെങ്ങാൻ അറിഞ്ഞാൽ പിന്നെ എൻ്റെ മോള് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും.
പിന്നെ ഷാരി വന്നിട്ട് പറയാണ്, എൻ്റെ കിരൺ മോനെ, ഇവിടേക്കൊന്നും ആരും വന്നിട്ടില്ല, ഓണക്കോടിയും കൊണ്ടു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഓണക്കോടിയുമായിട്ട് ഇവിടേക്ക് അവൾ വരേണ്ട കാര്യം എന്താ? അപ്പോൾ കിരൺ ഷാരിയെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ സരി പറയാണ്, ഇവൻ മനഃപൂർവ്വം വഴക്കിന് വരുവാ, ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട്. ഇവിടേക്ക് വരാനാ താരാൻറ്റി ഓണക്കോടിയുമായിട്ട് പുറപ്പെട്ടത്. പിന്നെ അവരെ കണ്ടിട്ടില്ല. പിന്നെ കിരൺ പറയാണ്, അവരെക്കുറിച്ചൊരു വിവരവും ഇല്ല, അവരെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. എങ്ങനെയാടാ വിളിച്ചാൽ കിട്ടുന്നത്? അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെസ്സേജ് അയച്ചാൽ അതിന് തിരിച്ചു തരാനുള്ള വിദ്യാഭ്യാസമൊക്കെ അവർക്കുണ്ട്. എൻ്റെ കിരൺ മോനെ ഇവിടേക്ക് വന്നിട്ടില്ല. അമ്മ എന്തിനാ ഇവനെ മോനെ കീനെന്നൊക്കെ വിളിക്കുന്നത്? ഭാര്യ ഡൽഹിക്ക് പോയപ്പോൾ അവൻ മറ്റുള്ളവരോട് വഴക്കിന് വന്നിരിക്കുക. ഇവിടേക്ക് വന്ന താരേൻ്റെയെ നീയെല്ലാം കൂടി കൊന്നു കുഴിച്ചു മൂടിയോ? അത് കേട്ടതും ഷാരി ഒന്ന് ഞെട്ടി. അപ്പോൾ സരിയ പറയാണ്, അവൾ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ അവളെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. ദേ ഈ നിൽക്കുന്നതാ എൻ്റെ അമ്മ, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ. എന്നിട്ട് അവൾ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെയുള്ള ഒരുത്തിയെ പിന്നെ ജീവിക്കാൻ അനുവദിക്കണോ? ഇവൾ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വന്ന താരേൻ്റെയെ നിങ്ങൾ കൊന്നോ? അതും കൂടെ കേട്ടപ്പോൾ ഷാരി ശരിക്കും ഞെട്ടുകയാണ്. നിങ്ങളുടെ മുഖം കണ്ടിട്ടെന്തോ സംഭവിച്ച ലക്ഷണമുണ്ടല്ലോ. എൻ്റെ കിരൺ മോനെ, ഞാനിങ്ങനെ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാലോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവൻ എന്തറിയാന്നാ? ഒന്നുമില്ല മോളെ. കിരണേ, നീ ഒന്ന് പോ, താര ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ മോളേക്കാൾ കൂടുതൽ അമ്മ കരയേണ്ടി വരും. ആരെയാടാ ഭീഷണിപ്പെടുത്തുന്നേ? നിൻ്റെ അമ്മയെ തന്നെ. എന്നെക്കൊണ്ട് കൂടുതൽ ഒന്നും പറയിപ്പിക്കണ്ട. അങ്ങനെ കിരൺ അവിടെ നിന്ന് പോയി. അപ്പോൾ സരയു ചോദിക്കുകയാണ്, അമ്മ എന്തിനാ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ ചുളുങ്ങി നിൽക്കുന്നേ? അവനും കല്യാണിയും ഒക്കെ വരുമ്പോൾ പഴയതുപോലെ ഒരു ദേഷ്യവും കാട്ടുന്നില്ലല്ലോ അമ്മ. അവരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുകയാണല്ലോ. എനിക്കിനി ആരോടും വഴക്കിടാൻ വയ്യ. നിന്റെ അച്ഛൻ്റെ തലയ്ക്ക് വെളിവില്ലാതായതോടെ എൻ്റെ എല്ലാ ഓജസ്സും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ പഴയപടിയൊന്നും ആവാൻ പറ്റില്ല. അപ്പോൾ സരയു പറയാണ്, എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് പോയാൽ മതി. ഒരുത്തി ഡൽഹിക്ക് പോയിരിക്കുക, അതിനിപ്പോൾ ടി വിയൊക്കെ വരുമെന്നാണ് കേട്ടത്. ഓ, അതൊന്നും കാണാനും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല അമ്മേ. അതും പറഞ്ഞ് സരയു പോവുകയാണ്. അപ്പോൾ ഷാരി, അയ്യോ, അകത്ത് കിടക്കുന്നവളെ എവിടെയാ കൊണ്ടുപോയി തള്ളുക? എനിക്കൊന്നും അറിയില്ലല്ലോ എൻ്റെ ഈശ്വരാ എന്ന് പറയാണ്. ചന്ദ്രസേന താരയെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് കിരൺ വന്നത്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എടാ എന്തായി? അച്ഛാ, ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ടില്ലെന്നാ സരിയും അവളുടെ അമ്മയൊക്കെ പറയുന്നത്. അപ്പോൾ രൂപ ചോദിക്കുകയാണ്, പിന്നെ എവിടെയാ മോനെ പോയത്? ഒരു പിടിയും കിട്ടുന്നില്ല അമ്മേ. എടാ, വിളിച്ചിട്ടവളെ കിട്ടുന്നുമില്ലല്ലോ. സംസാരിക്കാനാവാത്തൊരു സാധുവാടാ. അവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നത് ഉറപ്പിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഉറപ്പായിട്ടും ആട്ടിയിട്ട് വിട്ടിട്ടുണ്ടാവും. അപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടതാണ്. കല്യാണി ഞാനും ഇല്ലെങ്കിലും അവിടെ അമ്മയുണ്ടല്ലോ, അവിടെ വന്ന് സങ്കടവും പരാതിയൊക്കെ പറയേണ്ടതാ. അപ്പോൾ രൂപയും പറയാണ്, ആ അത് ശരിയാ പറയട്ടാ, എന്തായാലും സരിയുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കയറാതെ പോവില്ല. പിന്നെ ഇത് എവിടെയാ പോയത്? രൂപയെ രാഹുലിനെ സൂക്ഷിക്കണം. അവിടേക്ക് അവൾ വരുന്നു എന്നറിഞ്ഞാൽ അവൻ്റെ ആൾക്കാരെ വിട്ട് അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അച്ഛൻ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തപ്പോൾ ആൻറ്റിക്കൊപ്പോൾ അച്ഛനും പോയി കൂടായിരുന്നോ? അതിനവൾ എപ്പോഴാ പോകുന്നത് എന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. പോകുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയിപ്പം ഞാൻ എവിടെ പോയാൽ അന്വേഷിക്കുക? കല്യാണിയുടെ വിജയം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അതിനിടക്ക ഓണത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടം. ഓണം ഉണ്ണാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നതാ. തലേ ദിവസമേ ഞാൻ എത്താമെന്ന് പറഞ്ഞതാ. ഇനിയിപ്പോൾ പോലീസിലൊന്ന് കംപ്ലൈൻറ്റ് ചെയ്താലോ? രൂപേ, കുറച്ചുകൂടെ നോക്കാം, എന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാം. അധിക സമയമൊന്നും അവൾ ഒരിടത്തും മാറി നിൽക്കില്ല. അതേപോലെ തന്നെ എങ്ങോട്ട് മാറിയാലും എന്നെ വിളിക്കാറുള്ളതാ. നീ അവിടെ ചെന്നപ്പോൾ സരിയോ മറ്റോ ആട്ടിയിറക്കിയിട്ട് സമനില തെറ്റി എങ്ങോട്ടെങ്കിലും പോയി കാണുമോ അച്ഛാ? ചിലപ്പോൾ ജീവിതം പോലും അങ്ങനൊരു സാഹചര്യത്തിൽ വേണ്ട എന്ന് വെക്കില്ലേ? അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ ഇതിനു മുമ്പ്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലടാ. ഇപ്പോൾ നിങ്ങളെയൊക്കെ അടുത്ത് കിട്ടിയതുകൊണ്ട് ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെ അവളുടെ നടപ്പ്. സരിയുവിൻ്റെ കാര്യത്തിൽ അവൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഇവിടെ ആരോ അവളെ അപായപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ മനോഹർ നിഷയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നിഷയുടെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ തന്നെ അവളുടെ അമ്മയാണ് കതക് തുറന്നത്. എന്നിട്ട് പറയാണ്, ആഹാ, ആരായി വന്നിരിക്കുന്നേ? വാ മോനെ വാ. മോളെ നിഷേ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. ബോംബെന്ന് എപ്പോൾ എത്തി മോനെ? ഇപ്പോൾ എത്തിയതേ ഉള്ളൂ അമ്മേ.
പെട്ടെന്ന് ഓടി ഇങ്ങ് പോരുമായിരുന്നു. മോനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് നിഷ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് അച്ഛൻ വന്നു. അപ്പോൾ അവർ പറയാണ്, ഇതേ മരുമോനെത്തി. ആഹാ റോണിയേട്ടാ, വരുന്ന കാര്യം ഒന്ന് വിളിച്ച് പറഞ്ഞു പോലും ഇല്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കും, പിന്നെ സമയത്തിന് വന്നില്ലെങ്കിൽ വിളിയോട് വിളിയായിരിക്കും. അതൊഴിവാക്കാനാ സർപ്രൈസായിട്ട് വരാമെന്ന് കരുതിയത്. ഇതങ്ങോട്ട് പിടിച്ചേ, ഇത് അച്ഛന്, ഇത് അമ്മയ്ക്ക്, ഇത് മോളൂന്. ഇനി നമുക്ക് ഒന്നിച്ച് പോയിട്ട് പർച്ചേസൊക്കെ നടത്താം. അപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കാം. ഇപ്പോൾ എനിക്ക് ഭംഗിയും തോന്നിയതാ ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തിനാ മോനെ വെറുതെ കാശ് കളഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഷെൽഫിൽ വെക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മ പറയാണ്, എൻ്റെ മരുമോനെ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതാ. ഇനി എവിടെ പോയാലും ഞാൻ ഇതേ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. നാലാളോട് പറയുകയും ചെയ്യാലോ എൻ്റെ മരുമോൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണെന്ന്. അപ്പോൾ നിഷ പറയാണ്, റോണിയേട്ടൻ എന്ത് വാങ്ങിച്ചു തന്നാലും അത് ഞങ്ങൾക്ക് വിലപ്പെട്ടത് തന്നെയാണ്. എങ്കിലും നമ്മൾ ഒരുമിച്ച് പോയിട്ട് പർച്ചേസ് ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ നിഷയുടെ അച്ഛൻ പറയാണ്, നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്കൊക്കെ പോയിക്കോ, പിന്നെ വെറുതെ പൈസ കളയണ്ടെന്നേ ഞാൻ പറയൂ. പിന്നെ എല്ലാം നിൻ്റെ ഇഷ്ടം. എന്നാൽ പിന്നെ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരുക്കട്ടെ മോനെ, പറയാതെ വന്നതുകൊണ്ട് കാര്യമായിട്ട് ഒന്നും ഇരിപ്പില്ല. അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാനുള്ള സമയമില്ലമ്മേ, എനിക്കുടനെ പോകണം. അതെന്തൊരു പോക്കാ റോണിയേട്ടാ, നിഷയ്ക്ക് സങ്കടമായി. അപ്പോൾ അവൻ പറയാണ്, അയ്യോ എംപ്ലോയീസിനൊന്നും ഓണത്തിന് കൊടുക്കാനുള്ളതൊന്നും കൊടുത്തിട്ടില്ല, അവർക്ക് ഓണസമയത്ത് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണ്ടേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. ഭർത്താവിനെ എപ്പോഴും കാണണമെങ്കിൽ മോളും പോയിക്കോ കൂടെ. അപ്പം നിഷ ചിരിക്കുകയാണ്. വേണ്ട മോളെ, മോൻ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മോള് കൂടെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അതെ അതെ അതെ, ആ സമയത്ത് എനിക്ക് നിൻ്റെ കാര്യം നോക്കാൻ പറ്റില്ല മോളൂ. എന്നാൽ പിന്നെ ഇങ്ങോട്ട് വാ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വന്നേ. എന്ന് പറഞ്ഞ് അവൾ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. നിഷയുടെ അമ്മ പറയാണ് അച്ഛനോട്, എന്തായാലും കിട്ടിയത് നല്ലൊരു മരുമോനെ തന്നെയാണ്. അതെ അതെ, പക്ഷേ മുത്തവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. അപ്പോൾ അമ്മ പറയാണ്, അവളുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. നമുക്കിനി 2 മക്കളാ, ഒന്ന് നമ്മുടെ സ്വന്തം മോളും മരുമോനും. പുകഞ്ഞ കൊള്ളി പുറത്ത്, എനിക്ക് കാണാനും ബന്ധം കൂടാനും ഒന്നും ശ്രമിക്കണ്ട. ഞാൻ എൻ്റെ മരുമോൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. പിന്നെ കല്യാണിക്ക് അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണുകയാണ്, ഓരോരുത്തരും ഓരോ ഭാഗത്തിരുന്നിട്ട് കാണുകയാണ്. അപ്പോൾ സരിയും അച്ഛനും കാണുന്നതിനിടയിൽ സരിയു പറയാണ്, അത് ഓഫ് ചെയ്ത് വെക്ക് അച്ഛാ, TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാണ്. കാണട്ടെ മോളെ, എന്താ അവിടെ മലമറിക്കുന്നതെന്ന്. അമ്മയ്ക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് കണ്ടോ? ഞാനതൊന്നുമല്ല മോളെ ഓർക്കുന്നത്. അകത്തൊരുത്തി മരിച്ചു കിടക്കുക, ഞാൻ എന്ത് ചെയ്യുമോ എന്തോ. കല്യാണിക്ക് എല്ലാവരും കൺഗ്രാജുലേഷൻസ് ചെയ്യാണ്. കല്യാണിയെ TV കണ്ട് സന്തോഷിക്കുകയാണ് കിരണും അവൻ്റെ അമ്മയും അച്ഛനും ഒക്കെ. കല്യാണി നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്, നല്ല പൊസിഷനിൽ എത്തുകയൊക്കെ ചെയ്യുമെന്നുള്ള ഇതാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാർത്തികയും അച്ഛനും അമ്മുമ്മയും ഒക്കെ അതും ഇരുന്നിട്ട് കാണുകയാണ്. അപ്പോൾ തന്നെ അത് കേട്ടപ്പോൾ തന്നെ കാർത്തിക കൈയടിച്ച്. അപ്പോൾ അച്ഛൻ പ്രകാശൻ ചോദിക്കുകയാണ്, മോളതിനെ കൈയടിച്ചേ? അയ്യോ ഞാൻ കൈയടിച്ചതല്ല, കയ്യിലുള്ള പൊടി തട്ടിക്കളഞ്ഞതാ. അടുത്തത് കല്യാണിക്ക് അവാർഡ് കൊടുക്കുന്ന ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ കിരൺ പറയാണ്, അമ്മയുടെ മോള് പോയൊരു പോക്കേ, എനിക്കിപ്പോൾ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, സംസാരിക്കാൻ അറിയില്ല മോനെ. നമുക്ക് നോക്കാം അമ്മേ അവൾ എന്താ പറയുന്നതെന്ന്. അടുത്തത് കല്യാണിയെ പൊന്നാട അണിയിക്കലാണ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കല്യാണിയെ പൊന്നാട അണിയിക്കൽ ചടങ്ങും കഴിഞ്ഞു. പിന്നെ അടുത്ത താരനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ. അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.